നരിവേട്ട എന്ന മലയാള സിനിമ കാണാൻ വേണ്ടി PVR ലുലുവിൽ വന്നിരിക്കുകയാണ്. രാവിലത്തെ മോർണിംഗ് ഷോ കാണാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി പടങ്ങൾ സംസാരിക്കാം. ഒരു കാര്യം പറയുകയാണെങ്കിൽ അനുരാജ് മനോഹർ ഇതുവരെ ഇഷ്ക് എന്ന സിനിമയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് പറയേണ്ടി വരും. നരിവേട്ടയിൽ ഒരു ലവ് ട്രാക്ക് തുടങ്ങുമ്പോൾ കാണിക്കുന്നുണ്ട്. വർഗീസ് എന്ന ആ ഒരു അടിമപ്പെട്ട പോലീസുകാരൻ. പറയുമല്ലോ നമ്മുടെ നാട്ടിൽ കോൺസ്റ്റബിൾസ്, ഇപ്പോൾ ഒരുപാട് പോലീസ് സിനിമകളിൽ മെയിനായിട്ട് പറയുന്ന ഒരു ഹൈറാർക്കിക്കൽ സംഭവമുണ്ട്. അതായത് മേളിൽ നിൽക്കുന്ന പോലീസുകാരൻ, താഴെ നിൽക്കുന്ന പോലീസുകാരൻ. മുത്തങ്ങ സമരം അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്, നന്നായിട്ട് ആ ഒരു കാലഘട്ടം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലയിടത്ത് ഈ അടുത്തിറങ്ങിയ ആക്സസ് 25 ഒക്കെ കാണാൻ പറ്റുന്നു. അത്തരം ഒരു ഡീറ്റെയിലിംഗ് അവരത്രയും ശ്രദ്ധിച്ചില്ല എന്നെങ്കിൽ ചിലയിടത്ത് തോന്നി, ചിലയിടത്ത് മാത്രം. പക്ഷേ അതേസമയം അത്യാവശ്യം നന്നായിട്ട് ആ ഒരു കാലഘട്ടം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ചില സീനുകൾ മാത്രം. ഇപ്പോൾ വയനാട്ടിൽ ചുരം ഇറങ്ങുന്ന സീനൊക്കെ കാണിക്കുമ്പോൾ അവിടെ ഒരു എറ്റിയോസും ഇന്നത്തെ എറ്റിയോസും എക്കോ സ്പോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക, എന്താണ് മാറ്റമുണ്ടായി എന്ന് തന്നെ പറയാം. മുത്തങ്ങ സമരം വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയാനാണെങ്കിൽ ചില സിനിമാറ്റോഗ്രാഫി ഷോട്ടുകൾ ബൈ വിജയ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ക്യാമറമാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ് ആയതുകൊണ്ട് ഈ സിനിമയുടെ എഡിറ്റിംഗ് ഭയങ്കര ക്രിസ്പാണ്. പക്ഷേ സിനിമ നോക്കുമ്പോൾ ഇത് കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇത് തീർന്നു പോയല്ലോ എന്നൊരു ഫീൽ. അതും നല്ല പടത്തിൻ്റെ ഒരു ഗുണമാണത്, നമുക്കങ്ങനെ കണ്ടിട്ട് തീർന്നു പോയി എന്ന് തോന്നാൻ ഒരു റീസൺ. പിന്നെ പറയുകയാണെങ്കിൽ ടൊവിനോയുടെ പെർഫോമൻസ് ആയാലും മറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജേക്സ് ബിജോയ്, ട്രൈബൽ സോങ്സിൻ്റെ ഒരു അയ്യരുകൾ. കാരണം ഈ സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. പിന്നെ ആര്യ സലീം എന്ന ആൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി പണ്ടത്തെ CK ജാനു ആ ഒരു മുത്തങ്ങ സമ്മേളനത്തിൻ്റെ നേതൃത്വം വഹിച്ച ആ ഒരു ആൾ. ഈ സിനിമ നിങ്ങൾ പടാന്ന് തന്നെ കുഞ്ചാക്കോമൻ്റെ സിനിമ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കണക്ട് ആവും. കാരണം പട ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ് വിച്ച് ഹാസ് നോ നോൺസെൻസ് ഇൻ ഇറ്റ്. അതായത് കോമഡിയോ അല്ലെങ്കിൽ അത്തരം ഈ സിനിമയിൽ കുറച്ച് എന്താണ് സിനിമ തുടങ്ങുമ്പോൾ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം കഥാപാത്രങ്ങൾ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ്സ് സീനൊക്കെ വെക്കേണ്ടതാണ്. അതായത് ഈ റിയൽ ഇവൻറ്റ്സ് കാണിക്കുന്നതോ അത്തരം ഒരു സംഭവം ഈ സിനിമയ്ക്കകത്ത് ഇല്ല. കാരണം ഈ അടുത്ത് കഴിഞ്ഞ പല സിനിമകളിലും അത്തരം, ഇപ്പോൾ പടയിൽ പോലും പട ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയൊരു സിനിമ. ഇത് കുറച്ച് ഇമ്പാക്റ്റ് കുറഞ്ഞു പോയോ. ഈവൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ആ ഫൈറ്റ്സിനെ കാണും. പേഴ്സണലി പറയുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട് ചില ക്യാരക്ടർ. എസ്പെഷ്യലി സുരാജിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്, ബഷീർ മുഹമ്മദ് പറഞ്ഞിട്ട്. ആ ഒരു ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് തന്നെ സുരാജ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് ടൈമേ സുരാജ് സിനിമയ്ക്കകത്തുള്ളൂ. ആ ബഷീർ മുഹമ്മദ് എന്ന ക്യാരക്ടർ വളരെ രസമായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ പറയുകയാണെങ്കിൽ ജേക്സിൻ്റെ മ്യൂസിക്, ജേക്സ് ബിജോയ് ഉടരത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റഡ് ബൈ ഷമീർ മുഹമ്മദ്. അതുകൊണ്ട് എഡിറ്റിംഗ് കുറച്ച് ക്രിസ്പാണ്. പക്ഷേ സിനിമ കുറേ ഇഷ്യൂസ് ഇനിയും അഡ്രസ്സ് ചെയ്യാനുണ്ട്. കുറച്ചും കൂടി റെഫറൻസസ്, ഇപ്പോൾ ആ ഒരു സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ആ റെഫറൻസുകൾ കുറച്ചും കൂടി വെക്കാമെന്ന് തോന്നി. ടൊവിനോ ആസ് എ പെർഫോമർ വീണ്ടും ടൊവിനോ അടിപൊളിയായിട്ട് തെളിയിക്കുന്നുണ്ട്. നമുക്ക് ടൊവിനോ അറിയാം, ടൊവിനോ ഏത് റേഞ്ചിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നു. പുള്ളി ഭയങ്കര നല്ലൊരു ആക്ടർ. പേഴ്സണൽ ടൊവിനോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്തൊരു ഓഫീസർ ക്യാരക്ടർ, CA എന്ന് തോന്നുന്നു, CA ഓഫീസറിൻ്റെ ക്യാരക്ടർ ചെയ്തൊരു വില്ലൻ ഗ്രേ ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. അത് പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആദിവാസി ട്രൈബൽ ഗ്രൂപ്പിലൊരു മെൻ ലീഡർ, അവിടെ താമസിക്കുന്ന ആളൊരു മുടിയൊക്കെ ട്രെയിലൊക്കെ വെച്ചാൽ കണ്ടാൽ പേരെനിക്കറിയത്തില്ല. എന്തായാലും പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും അങ്ങനെ ആരും അലമ്പാക്കില്ല. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ചില പടത്തിലൊക്കെ അലമ്പാക്കും. ഇത് അലമ്പ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അലമ്പാക്കിയിട്ട് നന്നായിട്ട് തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ ലൈഫ് ഇവൻ്റ് ആയതുകൊണ്ട് അധികമൊന്നും ഇപ്പോൾ കാണിക്കാനും പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാവും സിനിമയ്ക്കകത്ത്. ഇപ്പോൾ എത്രത്തോളം അവർ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാലും സിനിമയ്ക്കകത്ത് കാണിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് സിനിമ അവസാനം കൊണ്ട് എൻഡിങ് നോട്ടായാലും സിനിമ നന്നായിട്ടുണ്ട്. അതെനിക്കിഷ്ടപ്പെട്ടു, എൻഡിങ് നോട്ട്. പിന്നെ കുറച്ചും കൂടി കുറേ കൂടി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. റെഫറൻസ് ചെയ്തു പടം എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട്. ഈ പടയും ബേസിക്കലി ആദിവാസി നിയമം സംരക്ഷിക്കുന്ന കുറച്ച് ആളുകളുടെ അയ്യങ്കാളി പട എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതൊന്നും ഇതിൽ കിട്ടിയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ എന്തായാലും പടം കണ്ടുവരുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ടൊവിനോയുടെ പെർഫോമൻസ് പൊളിച്ചു. ആൻഡ് നായികയെക്കുറിച്ച് പറയാൻ പറ്റുപോയി. പിന്നെ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആ ഒരു ആക്ട്രസ്, മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷിൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച ആക്ട്രസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നരിവേട്ടയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ശരി.